ഗായ്സ്, അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ മെലസ്റ്റോമ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കട്ടയിറക്കി വെക്കാന്ന് വെച്ചു. കാരണം എന്താ വെച്ചാൽ അവിടെ മഴ പെയ്ത് കഴിയുമ്പം ആ ചട്ടി മുഴുവൻ അങ്ങ് മണ്ണറിയുമായിരുന്നു ഗൈസ്. അപ്പൊ നമുക്ക് ആ സൈഡിൽ ഇങ്ങനെ ഒരു കുറച്ച് സ്പേസ് എടുത്തിട്ട് അതിനകത്തിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെയും ഒക്കെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ ഒന്ന് നടണമായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് എടുത്തു വെച്ചാൽ കുറച്ച് മണ്ണെടുത്തു. പിന്നെ ഇട്ടത് വേപ്പിൻ പിണ്ണാക്കാണ് ഗൈസ്, നമ്മുടെ ചെടിക്കൊന്നും പുഴുവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ചെടിയൊക്കെ നട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു സൈഡ് ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, ഇതിലേക്ക് കൂടി ഇങ്ങനെ കട്ടയടിക്കി വെക്കണമെന്ന്. കാരണം ആദ്യം ഞാൻ വെച്ചപ്പോൾ ഇച്ചിരി ചരിഞ്ഞും പറഞ്ഞൊക്കെ ആയിരുന്നു. പിന്നെ അതൊന്ന് ഇച്ചിരി നേരെയാക്കി വെച്ചു. ഗൈസ്, കാണുന്ന പോലെയല്ല, നല്ല പാടാണ്. ആ മണ്ണ് അത്രയും മഴവെള്ളം വീണ് തറഞ്ഞു കിടക്കുമായിരുന്നു. അപ്പം ഇച്ചിരി കഷ്ടപ്പെട്ടു ഇതെടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ. അപ്പം ഞാൻ ചെയ്യാൻ തന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല വെട്ടത്തിലായിരുന്നു ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അങ്ങ് നല്ല ഇരുട്ടായി ഗൈസ്. അപ്പോഴത്തേക്ക് ഞാൻ ആ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗ്രോ ബാഗിലും നട്ടു. അപ്പം ഞാൻ രാവിലെ ആയപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ട് സെറ്റായില്ലേ, ആ ഒരു സൈഡ് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡിൽ ചാക്കിട്ടിട്ട് മെറ്റിലിടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മറ്റേ പെബിൾസ് ഒന്നും മേടിക്കാൻ ഇപ്പോൾ തൽക്കാലം പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് മെറ്റിലിടാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.